അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉദ്റുബിൽ ജഹലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നേരത്തെ വിശദീകരിച്ചതുപോലെ ഇവിടെ ആശിക്ക്, അതുപോലെ തന്നെ ഷിർക്ക് ചെയ്യുന്ന ആളുകളെ മുസ്ലിമാക്കി വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ കൊണ്ടുവരുന്ന തെളിവ് ഒരു അറാബിയുടെ സംഭവമാണ്. അദ്ദേഹത്തിന്റെ ഒരു വാക്കായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉദാഹരണമായി പറഞ്ഞിട്ടുള്ള ഒരു വിഷയം. ഈ വിഷയവും ഇത്തരം ആളുകൾ കൊണ്ടുവരുന്നത് കണ്ടോ, ഷിർക്കിന്റെ വാക്ക് പറഞ്ഞു, കുഫ്റിന്റെ വാക്ക് പറഞ്ഞു, എന്നിട്ടും കാഫറായി പരിഗണിച്ചില്ല, ഷഹാദത്ത് ആവർത്തിക്കാൻ പറഞ്ഞില്ല, കാഫറായി പ്രഖ്യാപിച്ചില്ല. അതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്ന ആളുകളെ കാഫറാക്കുന്നില്ല, മുശ്രിക്കാക്കുന്നില്ല, അങ്ങനെ വിളിക്കുന്നില്ല എന്ന് സമർത്ഥിക്കാനാണ് ഈ ജാതി തെളിവുകളായി ധരിച്ച് കൊണ്ടുവരുന്നത്. ആ സംഭവം എന്ത് എന്ന് ആദ്യം നമ്മളൊന്ന് പരിശോധിക്കാം. ഇമാം മുസ്ലിം ഉദ്ധരിച്ച റിവായത്താണ് ഞാൻ വായിക്കുന്നത്. പല പണ്ഡിതന്മാരും ഉദ്ധരിച്ചിട്ടുണ്ട്. അതായത് അതിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമ അവന്റെ മാർഗത്തിൽ തെറ്റിപ്പോവുക എന്ന് പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും ഖേദമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെ തിരിച്ചു വന്ന് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങി വരുന്നത് ഏറ്റവും ഇഷ്ടപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം അള്ളാഹു പറയുന്നതായി ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിക്കുകയാണ് അള്ളാഹുവിന്റെ സന്തോഷത്തെക്കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും അള്ളാഹു തന്റെ അടിമ അവനിലേക്ക് പശ്ചാത്തപിച്ചു വരുന്നത് കൊണ്ട് ഏറ്റവും അധികം സന്തോഷിക്കുന്നവനാണ്. ആരേക്കാൾ? നിങ്ങളിൽ ഒരാളേക്കാൾ. അയാൾ തന്റെ വാഹനപ്പുറത്ത് ഒരു മരുഭൂമിയിലായിരുന്നു, അത്തരം ഒരു വിജനമായ പ്രദേശത്തായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ വാഹനമാകുന്ന മൃഗം അദ്ദേഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ആ വാഹനപ്പുറത്താണ് അദ്ദേഹത്തിന്റെ ഭക്ഷണവും വെള്ളവും ഒക്കെ ഉള്ളത്, എല്ലാ സാമഗ്രികളും അതിലാണ്. പാഥയമടക്കെ വാഹനവും കൂടി നഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹം നിരാശനായി, രക്ഷപ്പെടാൻ വഴിയില്ല, വാഹനമില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല. അങ്ങനെ അദ്ദേഹം നിരാശനായി ഒരു മരത്തിന്റെ അടുക്കൽ വന്ന് അതിന്റെ മരത്തിന്റെ തണലിൽ ചെരിഞ്ഞു കിടന്നു. എന്നിട്ട് അദ്ദേഹം തന്റെ വാഹനത്തെക്കുറിച്ച് കടുത്ത നിരാശയിൽ അകപ്പെട്ടു. അങ്ങനെ അദ്ദേഹം നിലകൊള്ളുന്നതിനിടയിൽ അതാ ഈ നിരാശപ്പെട്ട് ചില റിപ്പോർട്ടിൽ അദ്ദേഹം മരണത്തിന് കീഴ്പ്പെട്ടവണ്ണം കിടന്നു എന്നൊക്കെ ഉണ്ട്. മരത്തിന് ചോട്ട് കിടക്കുകയാണ്, ഒരു രക്ഷയില്ല. ആ സമയത്തതാ അദ്ദേഹത്തിനടുക്കൽ വാഹനം വന്നു നിൽക്കുന്നു. അങ്ങനെ ആ മൃഗത്തിനെ നഷ്ടപ്പെട്ട് തിരിച്ചു വന്ന വാഹനത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറയുകയാണ്, അവൻ സന്തോഷത്തിന്റെ ആധിക്യത്താൽ പറഞ്ഞുപോയി, അല്ലാഹുമ്മ അൻത അബ്ദി വ അന അബ്ദുക, അല്ലാഹുവേ നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാകുന്നു എന്ന് പറഞ്ഞു. ഇതാണ് ഇവിടെ ആശിക്ക് തെളിവാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു സംഭവം കണ്ടോ, ഈ മനുഷ്യൻ പറഞ്ഞ എന്താ, നീ എന്റെ റബ്ബാണ് എന്ന് പറയുന്നതിന് പകരം നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാകുന്നു. അപ്പൊ ഇത് കുഫറല്ലേ? അദ്ദേഹം കാഫറായോ? ആശിക്ക് ഇവിടെയും ചോദിക്കുന്നുണ്ട്. ഇതെന്തോ ഒരു ഹരത്തിന് ചോദിക്കുന്നതാണോ എന്നറിയില്ല, അല്ലെങ്കിൽ ഒരു മനസ്സിന് സമാധാനം കിട്ടാനാണോ? ഏതായാലും പറയുന്നത് തെറ്റാണ്. അപ്പൊ മനസ്സിന് സമാധാനത്തിന് വേണ്ടി ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് ആളുകൾ അതിലേക്ക് വന്നെങ്കിലോ എന്ന് വെച്ചിട്ട് എന്താ ആശിക്കിന്റെ വാക്ക്, നബി അദ്ദേഹത്തെ കാഫറാക്കിയോ? അപ്പൊ നബി അദ്ദേഹത്തെ കാഫറാക്കിയിട്ടുണ്ടോ? അപ്പൊ ഈ സംഭവം എന്താന്ന് തന്നെ മനസ്സിലായിട്ടില്ല എന്നാണ് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഇത് ഉണ്ടായ ഒരു സംഭവമല്ല. കാരണം നിങ്ങളിൽ ഒരാൾ ഇങ്ങനെ ആയാൽ, അയാൾ ഇങ്ങനെ പറഞ്ഞു പോയാൽ, അങ്ങനെ പറഞ്ഞു പോയ സന്തോഷം കൊണ്ട് മതിമറക്കല്ല, സന്തോഷം കൊണ്ട് മതിമറന്ന് എന്താണ് പറയേണ്ടെന്നത് അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു ആളെ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അത്രക്ക് സന്തോഷം ഉണ്ടാകും. അള്ളാഹ് മതിമറന്ന് പറയുന്നല്ല, ഇങ്ങനെ ഒരാൾ പറയാൻ അയാൾക്ക് എത്ര സന്തോഷം ഉണ്ടാകണമോ അത്ര സന്തോഷം അള്ളാഹ്ക്ക് ഉണ്ടാവും. ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയത് അതിന് മാത്രം അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടായതുകൊണ്ട്, നാക്കിപ്പഴ സംഭവിച്ചത്, വാക്ക് മാറിപ്പോയി. അത്രക്ക് സന്തോഷം തന്റെ അടിമ തിരിച്ചു വന്നാൽ ഉണ്ടാകും എന്ന തൗഹീദിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഉദാഹരണം ബോധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സന്തോഷത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ ഇത് ഈ പറയുന്ന സംഭവത്തിൽ എന്ത് തെളിവാണ് ആശിക്കിനുള്ളത്? കേരളത്തിലെ സമസ്തക്കാരായ ആളുകളൊക്കെ ഇങ്ങനെ മതിമറന്ന് അന്തം വിട്ട് ശിർക്ക് പ്രവർത്തിക്കുക, അങ്ങനെയാണോ? അപ്പൊ എല്ലാ കേരളത്തിലെ കുബൂരികളും ഭയങ്കര ആഹ്ലാദത്തിലാണ്. ആ ആഹ്ലാദം കൊണ്ട് അങ്ങനെ ശിർക്ക് പറഞ്ഞു പോവുക, ശിർക്ക് പ്രസംഗിച്ചു പോവുക, തൗഹീദിന്റെ ആയത്ത് ശിർക്കിന് വേണ്ടി ഊതി പോവുക, ജാരത്ത് പോവുക, അങ്ങനെ. അപ്പോ എന്താ 24 മണിക്കൂർ പേര് അങ്ങനെ മതിമറന്നവരാ, ആഹ്ലാദം കൊണ്ട് മറന്ന് വല്ലാത്തൊരു ഹാലേക്ക് നല്ലത്. ഇതിനാണോ ഇനി ജദ്ബിന്റെ ഹാല് എന്ന് പറയുന്നത് അറിയില്ല. ജദ്ബ് എന്ന് പറഞ്ഞാൽ ഒരു തരം ഭ്രാന്താണ്. ഇത് ഭ്രാന്തല്ലല്ലോ, ഇത് സന്തോഷമാണ്. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വകുപ്പും ഇതില്ല. ഇത് ഒലക്കയും പാന്തവും തമ്മിൽ ഏച്ചുകൂട്ടൽ തന്നെയാണ്. ഇനി തെളിവില്ലാതെ പറയാൻ കാരണം ഈ ഹദീസിന്റെ അവസാനം തന്നെ അഖ്ഫഅ മിൻ ശിദ്ദത്തിൽ ഫറഹ്, ഈ മുസ്ലിമിന്റെ റിവായത്തിൽ എന്തുണ്ട്, സന്തോഷാധിക്യത്താൽ അയാൾക്ക് പിഴവ് പറ്റി എന്ന് പറയുന്നത്. അപ്പൊ പിഴവ് പറ്റിയ ഒരാളെങ്ങനെ കാഫറാവില്ല? ഒരു തർക്കമില്ലാത്ത കാര്യം. തർക്കമില്ലാത്ത അബദ്ധവശാൽ ഒരുത്തൻ മറന്നുകൊണ്ടോ ഓർമ്മക്കുറവ് കൊണ്ടോ സംഭവിച്ചു പോയാൽ ഖുർആനിൽ തന്നെ പറഞ്ഞ സംഗതിയല്ലേ, മറക്കുകയോ പിഴവായി ചെയ്യുകയോ ചെയ്താൽ ഞങ്ങൾ അതിന്റെ പേരിൽ ശിക്ഷിക്കരുത്, സത്യവിശ്വാസികൾ പ്രാർത്ഥന. അപ്പൊ അങ്ങനെ ഒരാൾ അബദ്ധവശാൽ പിഴച്ചു പറഞ്ഞു പോയി, നമ്മളെ നാക്കുപിഴ എന്ന് പറയുന്നത്. നീ എന്റെ റബ്ബാണ് എന്ന് പറയുന്നതിന് പകരം നീ എന്റെ അടിമയാണ്, ഞാൻ എന്റെ റബ്ബാണ് എന്ന് പറഞ്ഞു, തല തിരിച്ചു പറഞ്ഞു. അബദ്ധവശാൽ പറഞ്ഞു പോയതാണ് ഇദ്ദേഹം. അയാൾ പറഞ്ഞ
പറഞ്ഞതിലല്ല അവിടെ ഈ സന്തോഷത്തെയാണ് നബി ഉദാഹരിച്ചത്. എന്നാൽ ഇവിടെ ആശിക്ക് തെളിവാക്കുന്നതോ മനഃപൂർവ്വം ശിർക്ക് ചെയ്യുന്ന, കേട്ടിട്ട് മനസ്സിലാക്കാത്ത, ഉൾക്കൊള്ളാത്ത, ശിർക്ക് പറയുകയും പ്രവർത്തിക്കുകയും പാടുകയും ചെയ്യുന്ന ആളുകൾക്ക് ഉതിറുണ്ട്, അവരെ കുറിച്ച് മുശ്രിക്കുകൾ എന്ന് പറയേണ്ടതില്ല, അവരെ മുസ്ലിങ്ങളായി പരിഗണിക്കാം എന്ന ഇക്കൂട്ടരുടെ വാദത്തിന് യാതൊരു തെളിവും ഇതിലില്ലെന്ന് ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്. റിയാദുസ് സാലിഹിന്റെ ശർഹിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉതൈമീൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ദലീലുൻ അലാ അന്നൽ ഇൻസാന ഇദാ അഖ്താ ഫീ ഖൗലി മിനൽ അഖ്വാൽ വലൗ കാന കുഫ്റൻ സബഖ ലിസാനുഹു ഇലൈഹി. ഇതാണ്ടോ സബഖ ലിസാനുഹു ഇലൈഹി, വാക്ക് മാറിപ്പോവുക, നാക്കുപിഴ, നാവ് ഒരു കാര്യത്തിലേക്ക് മുൻകടന്നുകൊണ്ട് അയാൾ അറിയാതെ കുഫ്റിന്റെ വല്ല വാക്കും പറഞ്ഞു പോയാൽ അബദ്ധവശാൽ അവൻ തെറ്റുപറ്റിയവനാണ്. അവനെ ഇവൻ പറഞ്ഞത് കുഫ്റിന്റെ വാക്കാണ്, പക്ഷേ അതിന്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടുകയില്ല. വീണ്ടും അദ്ദേഹം ഇതേ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ എവിടെയാണ് ഈ പറഞ്ഞതിൽ ആശിക്കിന് തെളിവുള്ളത്? ഇനി മാത്രമല്ല, ആശിക്കിനോട് ചോദിക്കാനുള്ളത്, ആശിക്ക് ചോദിക്കുന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കാഫറാക്കിയെന്ന്. കാഫറാക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞൊരാൾ വേണ്ടേ? ഇങ്ങനെ പറഞ്ഞൊരാളുണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ഒരാൾ എന്താകുമോ അതുപോലെ അത്ര സന്തോഷം അള്ളാഹുവിനുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു സംഭവ കഥയല്ല. നിങ്ങളിൽ ഒരാൾക്ക് അങ്ങനെ ഉണ്ടായാൽ എങ്ങനെ ഇരിക്കുമോ അത്ര സന്തോഷം അള്ളാഹുണ്ട് എന്ന് ഉദാഹരണ സഹിതം വിശദീകരിക്കാൻ. അപ്പൊ ആശിക്കുന്ന സംസാരം കേട്ടാൽ നബിന്റെ മുമ്പിൽ വെച്ചിട്ട് ഒരാൾ ഇങ്ങനെ പറഞ്ഞു, എന്നിട്ട് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കാഫറാക്കിയില്ല എന്നാണ്. അപ്പൊ അതാ പറഞ്ഞത്, ഇതൊന്നും വസ്തുത മനസ്സിലാക്കാതെ പരിശോധിക്കാതെ എന്തൊക്കെയോ പറയുന്നു, എന്തോ സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്നല്ലാതെ ഇതിലപ്പുറം ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇനി ഇത് സംഭവ കഥയല്ല എന്ന് എന്റെ വാക്കല്ല, ആ ഹദീസിൽ തന്നെ വ്യക്തമാണ്, ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇനി ഫതഹുൽ ബാരി 11-ാം വാള്യം 108-ാമത്തെ പേജിൽ ഖാലി ഇയാൾ പറയുന്ന വാചകം ഇബ്രാഹിം അസ്ഖലാനി ഉദ്ധരിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം കൊടുക്കുന്നത് ഖദാ ഹികായതുഹു അൻഹു അൻ തരീഖിൻ ഇൽമിയ്യിൻ വഫായിദത്തിൻ ശർഇയ്യത്തിൻ ലാ അലൽ ഹസ്ലി വൽ മുഹാഖാതി വൽ അബദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം ഉദ്ധരിച്ചത് എന്താണ് പറയാണ്ടോ? ഹിക്കായ എന്ന് പറയുന്നത്, ഹിക്കായ അൻ തരീഖിൻ ഇൽമിയ്യിൻ, വൈജ്ഞാനികമായ ഒരു വഴിയിലൂടെ ഈ കാര്യം നബി പറയുകയാണ്. ഒരു കാര്യം ഒരു കഥ പോലെ, ഒരു സംഭവമായി അവതരിപ്പിക്കുകയാണ്. വഫായിദത്തിൻ ശർഇയ്യത്തിൻ, മതപരമായ ഒരു ഫായിദ ലഭിക്കാൻ വേണ്ടിയും, ലാ അലൽ ഹസ്ലി വൽ മുഹാഖാതി വൽ അബദ്, ഇത് തമാശയായോ കളിയായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനുകരിച്ചുകൊണ്ടോ ഉള്ള ഒരു കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞത് അതിനു വേണ്ടിയാണ്, മതപരമായ ഒരു കാര്യം പഠിപ്പിക്കാൻ. വലൗ കാന മുൻകറൻ മാ ഹക്കാഹു, ഇത് ഒരു മുൻകറായ കാര്യമായിരുന്നുവെങ്കിൽ മാ ഹക്കാഹു, കണ്ടോ, ഈ ഹിക്കായത്ത് നബി ഉദ്ധരിക്കുമായിരുന്നില്ല, പറയുമായിരുന്നില്ല. അപ്പോ വളരെ വ്യക്തമാണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ചോദിക്കുന്നു, കേരളത്തിലെ കുബൂരികളൊക്കെ നാക്കുപിഴ കൊണ്ട് ശിർക്ക് പറയുന്നവരും, പിന്നെ പ്രവൃത്തിയിൽ പിഴവെന്ന എന്താ പറയാ, നാക്കുപിഴ എന്ന് പറയാൻ പറ്റില്ല, പിന്നെ ഹൃദയപ്പിഴ അല്ലെങ്കിൽ കയ്യും കാലിന്റെയൊക്കെ പിഴ, അവയവങ്ങൾ കൊണ്ട് അവയവപ്പിഴയായി അല്ലെങ്കിൽ നാക്കുപിഴയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണോ? അപ്പോ ഒരിക്കലും ഒരു പുൽക്കൊടി പോലും ഇല്ലാത്തത് കൊണ്ട് തർക്കമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്ന് തർക്കത്തിലിരിക്കുന്ന വിഷയത്തിന് തെളിവാക്കുക എന്നത്, അതിന് മതപരമായി എന്താണ് അതിന്റെ ഹുക്മ് എന്നുകൂടി ഈ പറയുന്ന ആളുകൾ അതിന്റെ ഫത്വ കൂടി പറഞ്ഞാൽ ഒന്നുകൂടി ക്ലിയർ ആവും. സുബ്ഹാനക്കല്ലാഹു വബിഹംദിഹി.